ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകൾ കേൾക്കുമ്പോൾ തന്നെ ഒരു എളുപ്പവഴിയായി തോന്നാം അല്ലേ? പക്ഷേ ഇതിന്റെ മറവിൽ നടക്കുന്ന ഒരു വലിയ ചതിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതെ, വാഗ്ദാനം ഒരു ഇൻസ്റ്റന്റ് ലോൺ, പക്ഷേ യാഥാർത്ഥ്യമോ? അതൊരു പേടി സ്വപ്നമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 60-ൽ കൂടുതൽ. ഈ സംഖ്യ കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇതൊരു സാധാരണ കണക്കല്ല. കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഈ ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകാരുടെ ഭീഷണി സഹിക്കവയ്യാതെ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തവരുടെ എണ്ണമാണിത്. ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കണക്ക് തന്നെയാണിത്. അപ്പോ എങ്ങനെയാണ് ഈ കേണി പ്രവർത്തിക്കുന്നത്? വെറുമൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് അവസാനം ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നതിലേക്ക് എത്തുന്നത്? നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഇത് നടക്കുന്നത് 5 സിമ്പിൾ സ്റ്റെപ്പുകളിലൂടെയാണ്. കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാം, പക്ഷെ അങ്ങനെയല്ല. ഒന്നാമത്, നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ഫോണിലെ എല്ലാത്തിനും, അതായത് നിങ്ങളുടെ കോൺടാക്റ്റുകൾ, ഫോട്ടോകൾ, മെസ്സേജുകൾ എല്ലാത്തിനും പെർമിഷൻ കൊടുക്കുന്നു. മൂന്നാമത്, പണം ഉടൻ തന്നെ അക്കൗണ്ടിൽ വരും. പക്ഷേ ശരിക്കുള്ള കളി തുടങ്ങുന്നത് ഇവിടെയാണ്. നാലാമത്തെ സ്റ്റെപ്പിൽ നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റ മുഴുവൻ അവർ മോഷ്ടിക്കുന്നു. പിന്നെ 5ാമത്തെ ഘട്ടം, അവിടെയാണ് ഭീഷണി തുടങ്ങുന്നത്. ഇനി നമുക്ക് ഈ കെണിയിൽപ്പെട്ട ഒരാളുടെ അനുഭവം കേൾക്കാം. ഭൂമിയെ പരിചയപ്പെടാം. ഒരു ആപ്പിൽ നിന്ന് വാങ്ങിയ കടം വീട്ടാൻ അവർക്ക് മറ്റൊരു ആപ്പിൽ നിന്ന് കടം വാങ്ങേണ്ടി വന്നു. അങ്ങനെ പതിയെ പതിയെ ആ കടക്കിണിയിൽ അവർ ആഴ്ന്നു പോവുകയായിരുന്നു. അവരുപയോഗിച്ചൊരു ഭീകരമായ തന്ത്രം എന്തായിരുന്നു എന്ന് ഭൂമിയുടെ വാക്കുകളിൽ തന്നെ കേൾക്കാം. അതൊരു മോർഫ് ചെയ്ത ഫോട്ടോയായിരുന്നു, പൂർണ്ണമായും നഗ്നമായ ഒന്ന്. അവരത് എന്റെ ഫോണിലെ എല്ലാ കോൺടാക്റ്റിലേക്കും അയച്ചു. ഒന്നോർത്തുനോക്കൂ, ഇത് ഒരാളുടെ ജീവിതത്തെ എത്രമാത്രം തകർക്കുമെന്ന്. അപ്പോ ഇരയുടെ ഭാഗം നമ്മൾ കേട്ടു. ഇനി നമുക്ക് മറുവശത്തേക്ക് പോകാം, ഈ തട്ടിപ്പുകാരുടെ ലോകത്തേക്ക്. ഒരു കോൾ സെന്ററിന്റെ ഉള്ളിൽ എന്താണ് ശരിക്കും നടക്കുന്നത്? നമുക്കൊന്ന് ഒളിഞ്ഞു നോക്കാം. ഈ അന്വേഷണത്തിലെ ഒരു നിർണായക വ്യക്തിയാണ് രോഹൻ. ഇത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരല്ല കേട്ടോ. ആപ്പുകൾക്ക് വേണ്ടി പണം തിരിച്ചുപിടിക്കുന്ന ഒരു കോൾ സെന്ററിൽ രഹസ്യ ക്യാമറയുമായി അദ്ദേഹം ജോലിക്ക് കയറി. ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പുറംലോകത്തെ അറിയിക്കാൻ വേണ്ടിയായിരുന്നു അത്. രോഹൻ അവിടെ കേട്ട കാര്യങ്ങൾ ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. സഹപ്രവർത്തകർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണോ? വ്യാജ പോലീസ് ഐഡി കാണിച്ച് പേടിപ്പിക്കുക, വീട്ടിലുള്ള എല്ലാവരെയും വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക, സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ വെച്ച് നാണം കെടുത്തുക, ചുരുക്കി പറഞ്ഞാൽ ഒരാളുടെ സൽപ്പേരില്ലാതാക്കുക. ഇതൊക്കെയായിരുന്നു അവരുടെ രീതികൾ. ഒരു കോൾ സെന്റർ മാനേജറുമായി നടത്തിയ രഹസ്യ സംഭാഷണത്തിലെ ഒരൊറ്റ വാചകത്തിൽ ഈ തട്ടിപ്പിന്റെ മുഴുവൻ പ്രവർത്തന രീതിയും വ്യക്തമാണ്. എന്താണെന്നോ? ആളുകളുടെ ജീവിതം നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങൾ പണം തിരിച്ചുപിടിക്കുന്നത്. അതാണ് അവരുടെ ബിസിനസ് മോഡൽ. അപ്പോ ഈ കോൾ സെന്ററുകൾക്ക് പിന്നിൽ ആരാണ്? അന്വേഷണം അവിടെ നിന്നില്ല. ഇന്ത്യയിൽ നിന്ന് ഹോങ്കോങ് വരെ നീളുന്ന ഒരു അന്താരാഷ്ട്ര ശൃംഖലയാണ് പിന്നീട് കണ്ടെത്തിയത്. നമുക്ക് ആ പണത്തിന്റെ വഴി പിന്തുടർന്നു പോകാം. അന്വേഷണം തുടങ്ങിയത് ഭൂമിയെ ഉപദ്രവിച്ച അസാൻ ലോൺ എന്ന ആപ്പിൽ നിന്നാണ്. അതിന്റെ പിന്നിൽ പരശുരാം തക്വേ എന്നൊരാളാണെന്ന് കണ്ടെത്തി. 2022 ഏപ്രിലിൽ ഇയാൾക്കെതിരെ ഭീഷണി, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ കേസുകളൊക്കെ എടുത്തു. പക്ഷെ 2022 അവസാനമായപ്പോഴേക്കും തക്വേ മുങ്ങി. പക്ഷെ കഥ അവിടെ തീരുന്നില്ല. അന്വേഷണം മുന്നോട്ടു പോയപ്പോൾ മനസ്സിലായി, തക്വേ ഒരു ചെറിയ മീൻ മാത്രമായിരുന്നു. അയാൾ ശരിക്കും പ്രവർത്തിച്ചിരുന്നത് ചൈനയിൽ നിന്നുള്ള പണമിടപാടുകാർക്ക് വേണ്ടിയായിരുന്നു. അങ്ങനെ പണത്തിന്റെ ഒഴുക്കു ചെന്നെത്തിയത് ഇന്ത്യയ്ക്ക് പുറത്താണ്. ഹോങ്കോങ്ങിൽ ഒളിവിൽ കഴിയുന്ന ലിയാങ് എന്നൊരു ദുരൂഹനായ ബിസിനസ്സുകാരനിലേക്ക്. അപ്പോൾ റിപ്പോർട്ടർമാര് ഒരു പണി പറ്റി. നിക്ഷേപകരെന്ന വ്യാജേന ലിയാങ്ങുമായി ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. ആ സംഭാഷണത്തിൽ അയാൾ എല്ലാം തുറന്ന് സമ്മതിച്ചു. അയാൾ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഹോങ്കോങ്ങിലിരുന്നാണ് ഞാൻ എന്റെ കമ്പനികളെ നിയന്ത്രിക്കുന്നത്. ഞങ്ങൾ ഇന്ത്യക്കാരുടെ കോൺടാക്റ്റുകൾ ശേഖരിക്കും, എന്നിട്ട് ലോൺ തിരിച്ചുപിടിക്കാൻ അവരെ ചൂഷണം ചെയ്യും. സ്വന്തം വായിൽ നിന്ന് തന്നെ വന്ന് കുറ്റസമ്മതം. ശരി, അപ്പോ കഥയുടെ അവസാന ഭാഗത്തേക്ക് വരാം. പക്ഷെ ഇതൊരു ശുഭപര്യവസാനിയായ കഥയല്ല. ഒരു വെളിപ്പെടുത്തൽ കൊണ്ട് മാത്രം ഒന്നും അവസാനിക്കുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. 1 വർഷം കഴിഞ്ഞു. എന്താണ് മാറ്റം? ഒരു വശത്ത് ഭൂമി. അവർ ധൈര്യത്തോടെ ജീവിതം തിരികെ പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ മറുവശത്തോ, ആ അസാൻ ലോൺ ആപ്പ് ഇപ്പോഴും പ്ലേ സ്റ്റോറിലുണ്ട്. പുതിയ ആളുകളെ ഇരയാക്കുന്നു, പുതിയ ജീവിതങ്ങൾ നശിപ്പിക്കുന്നു. ഈ തട്ടിപ്പൊക്കെ പുറത്തു കൊണ്ടുവരാൻ സഹായിച്ച രോഹനില്ലേ, അദ്ദേഹം ആ ജോലി ഉപേക്ഷിച്ചു. പക്ഷേ അദ്ദേഹം തുറന്നുകാട്ടിയ ആ വലിയ തട്ടിപ്പ് ശൃംഖല അതിപ്പോഴും യാതൊരു തടസ്സവുമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ വലിയ ശൃംഖലയെ പുറത്തു കൊണ്ടുവന്നു, ഇതിന്റെ തലവൻ കുറ്റം സമ്മതിച്ചു. എല്ലാം അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ തട്ടിപ്പ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്?